ആണ്. അപ്പോൾ ഇത് നമ്മുടെ Revit യൂസർ ഇൻ്റർഫേസ് ആ ഒരു വെൽക്കം സ്ക്രീൻ ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഇതിനകത്ത് 3-4 സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ പറയുന്നത് പ്രൊജക്റ്റ്. അപ്പോൾ നമുക്കൊരു പുതിയ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ടെംപ്ലേറ്റ്സുകളാണ്. ഇപ്പോൾ ആർക്കിടെക്ചർ ബേസ് ചെയ്ത് ഒരു വർക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് ആർക്കിടെക്ചർ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യാം. ഇനി സ്ട്രക്ചർ ആണെങ്കിൽ അങ്ങനെ, മെക്കാനിക്കൽ ആണെങ്കിൽ അങ്ങനെ. മെക്കാനിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ HVAC-യുടെ AC-യുടെ സർവീസിങ് കാര്യങ്ങളൊക്കെയാണ്, സർക്യൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ മെക്കാനിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇലക്ട്രിക്കലും അതുപോലെ പ്ലംബിങ്ങിൻ്റെ 2 ടെംപ്ലേറ്റ്സ് ഉണ്ട്, പക്ഷേ അതിവിടെ ഷോ ചെയ്യുന്നില്ല. അതോടെ നിൽക്കട്ടെ. ഇത് ഞാൻ റീസെൻ്റായിട്ട് ചെയ്തിട്ടുള്ള പ്രോജക്ട്സുകളാണ് ഈ കാണുന്നില്ല. ഇനി തൊട്ട് താഴെ ഫാമിലിയുടെ ഒരു ടാബ് ഉണ്ടാവും. അപ്പോൾ ഈ ഫാമിലി എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഫാമിലി ക്രിയേറ്റ് ചെയ്ത് ഉദാഹരണത്തിന് കാറ്റലോഗ് വെച്ചുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു കമ്പനി ഇറക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രൊഡക്റ്റ് നമുക്ക് ആ റിയൽ ഒബ്ജക്റ്റ് നമുക്ക് ചെയ്തെടുക്കുന്നതിനാണ് ഫാമിലി എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഓട്ടോകാഡിൽ കണ്ട കാര്യങ്ങൾക്ക് തന്നെ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവരിവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് പുതിയൊരു ഫയലിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് വേണ്ടത് ഒരു ആർക്കിടെക്ചർ ടെംപ്ലേറ്റ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ആർക്കിടെക്ചർ വർക്കാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ആർക്കിടെക്ചർ ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാം. ഇനി അതല്ല, നേരത്തെ പറഞ്ഞ പോലുള്ള മറ്റ് 2 ടെംപ്ലേറ്റ്സ് കാണണമെങ്കിൽ ഇവിടെ ന്യൂ എന്ന് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് പുതിയൊരു പ്രോജക്റ്റിലേക്ക് വരുന്നത് ഇവിടെ നോക്ക്, ഇവിടെ പുതിയൊരെണ്ണം കൂടെ ആഡ് ആയിട്ടുണ്ട്. ഇവിടെ ആർക്കിടെക്ചർ, സ്ട്രക്ചറൽ, മെക്കാനിക്കൽ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്ലംബിങ്ങും അതുപോലുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് ബ്രൗസ് ചെയ്യാം. ബ്രൗസ് ചെയ്യുമ്പോൾ ഇത് ഡയറക്റ്റ് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ പാത്തിലേക്കായിരിക്കും പോവുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓട്ടോകാഡിൽ മെട്രിക് ഇമ്പീരിയലും എന്ന് പഠിച്ചതുപോലെ ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ടാവും. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ. അപ്പോൾ ശരിക്കും അത് കിടക്കുന്ന പാത്ത് ഇവിടെയാണ്. സി പ്രോഗ്രാം ഡേറ്റ ഓട്ടോഡെസ്ക് RVT17. RVT17 എന്ന് പറഞ്ഞാൽ വെർഷൻ ബേസ് ചെയ്ത് മാറും. ഇപ്പോൾ 16 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 16 വരും ഇവിടെ, അങ്ങനെ വെർഷൻ ബേസ് ചെയ്ത് മാറും. അപ്പോൾ ഇതിനകത്തുള്ളൊരു ഫോൾഡറാണ് നമ്മുടെ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ നെറ്റ് കണക്ട് ചെയ്താണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇൻസ്റ്റാൾ. അപ്പോൾ ഇത്രയും സ്റ്റാൻഡേർഡ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ മെട്രിക് ഇവിടെ സെലക്ട് ചെയ്യുന്നു. അതിന് നമുക്ക് നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞില്ല പ്ലംബിങ്, സ്ട്രക്ചറൽ, അങ്ങനെയുള്ള 3-4 കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാനിവിടെ നിന്ന് ആർക്കിടെക്ചറോ അല്ലെങ്കിൽ പ്ലംബിങ്ങോ ഏതിൽ പറഞ്ഞാൽ ഞാനിവിടെ ഡിഫോൾട്ട് മെട്രിക്കും ആർക്കിടെക്ചറും സെയിം ആണ്. ഞാൻ ഡിഫോൾട്ട് മെട്രിക് ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ ഡിഫോൾട്ട് മെട്രിക് ആയിരിക്കും ഇവിടെ വരിക. ജസ്റ്റ് ഓക്കെ പറഞ്ഞു. ഓപ്പൺ ആവുന്നതിന് ചെറിയൊരു ടൈം എടുക്കുന്നുണ്ട്, നമ്മുടെ മെമ്മറിയുടെയൊക്കെ പ്രശ്നം കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പണായിട്ട് വരട്ടെ, നമുക്ക് തുടങ്ങാം. അപ്പോഴത്തേക്ക് ഇവിടെ ഈ കാണുന്നതിന് Revit ബ്രൗസർ അല്ലെങ്കിൽ ബ്രൗസിംഗ് ടൂൾ എന്ന് പറയുന്നു. ഇനി തൊട്ടടുത്ത് കാണുന്നത് ഇത് നമ്മുടെ ടൈറ്റിൽ ബാറാണ്. അതുപോലെ ഇവിടെ നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ തൊട്ട് താഴെ വന്നേക്കുന്നത് ഞാനത് കൊണ്ട് അറേഞ്ച് ചെയ്തതാണ്. മറ്റെല്ലാം പറയുന്ന പോലെ ഇത് നമ്മുടെ റിബൺ ബാർ എന്ന് പറയും. ഈ കാണുന്നതിനെ പ്രൊജക്റ്റ് ബ്രൗസർ എന്ന് പറയും. നമ്മുടെ പ്രൊജക്റ്റിലുള്ള A to Z കാര്യങ്ങൾ ഇവിടെ ആയിരിക്കും വരിക. ഉദാഹരണത്തിന് 2 ലെവൽ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ 2 ലെവൽ, അതുപോലെ അതിൻ്റെ സീലിംഗ് ലെവൽ, അതുപോലെ അതിൻ്റെ എലിവേഷൻസ് ഹൈറ്റ് നമ്മൾ നേരത്തെ നോക്കിയതാണ്. പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇവിടെ ലഭിക്കും. ഇനി അതുപോലെ ഒരു ഒബ്ജക്റ്റ് ബേസ്ഡാണെങ്കിൽ ഞാനിവിടെ നേരെ ഒരു ഒബ്ജക്റ്റാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റ് ബേസ് ചെയ്ത് വരുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ പ്രോപ്പർട്ടിക്ക് അതായിരിക്കും വരിക. ഇപ്പോൾ വോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വോളിൻ്റെ തിക്നെസ് എന്തായിരിക്കണം, കളർ എന്തായിരിക്കണം, അങ്ങനെയുള്ള A to Z കാര്യങ്ങൾ നമുക്ക് ഇവിടെ അറിയാം. കാണുക മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ചും വരുത്താം. അപ്പം ഒന്നേ നോക്കാം നമുക്ക്. ഇത് Revit ബ്രൗസർ അല്ലെങ്കിൽ ബ്രൗസിംഗ് ടൂൾ എന്ന് പറയും. ജസ്റ്റ് ബ്രൗസിംഗ് ടൂളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ പുതിയ ഷീറ്റ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ, അതുപോലെ ഓപ്പൺ, സേവ് ആസ്, എക്സ്പോർട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് CAD ഫോർമാറ്റിലൊക്കെ മാറ്റാം. Revit ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓട്ടോകാഡിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റാം. അതുപോലെ 3-4 ഓപ്ഷൻ IFC അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ മാറ്റാം. ഇനി അതുപോലെ നമ്മുടെ പബ്ലിഷ് ചെയ്യാം, പ്രിൻറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഡയറക്റ്റ് നമുക്ക് ഓപ്ഷനിലേക്ക് പോകും. ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ, ഫയൽ ലൊക്കേഷൻ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഫയൽ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാം. ഇവിടെ നിന്ന് ഓരോന്നിൻ്റെയും പാത്ത് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ടെംപ്ലേറ്റ് എങ്ങനെ വരണം, അതുപോലെ ഫാമിലി എങ്ങനെയാണ്, ഫാമിലി എവിടെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അത് നമുക്ക് വഴിയെ പഠിക്കുക എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ പറഞ്ഞു. അപ്പോൾ ഇൻ്റർഫേസിൽ അടുത്ത പറയാനുള്ളത് നമ്മുടെ റിബൺ ബാർ, മറ്റേ പോലെ തന്നെ ഓട്ടോകാഡിലെ പോലെ തന്നെയാണ്. ഇതിനകത്ത് ടാബും പാനലും ഉണ്ടാവും. ഇനി ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ടാബ് കൂടി വരും. നമ്മൾ എന്താണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ മോഡിഫൈ ഇതിവിടെ ഉണ്ടാവും. ഇനി ഇതിനെ ഇൻഫോ സെൻറ്റർ എന്ന് പറയുന്നു. ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് പ്രോപ്പർട്ടി. അതുപോലെ ഇത് അതിൻ്റെ നാവിഗേഷൻ ബാർ. പിന്നെ നമ്മൾ റൈറ്റ് ബട്ടൺ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു കണ്ടൻറ്റ് മെനു വരും. നമുക്ക് ഇവിടെ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ കാണുന്നത് ഞാൻ പറഞ്ഞു പ്രൊജക്റ്റ് ബ്രൗസറാണെന്ന് പറഞ്ഞു. പ്രൊജക്റ്റ് ബ്രൗസറിനകത്ത് നമുക്ക് എലിവേഷൻസ് വ്യൂസ്, ഈ കാണുന്ന 4 എലിവേഷൻ വ്യൂ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുപോലെ ഇത് 2 ലെവൽ എന്ന് വെച്ചാൽ പ്ലെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വഴിയെ പഠിക്കും എങ്ങനെയാണ് എന്നുള്ളത്, നമ്മൾ വഴിയെ പഠിക്കും. ഇനി അതുപോലെ ഇത് വ്യൂ കൺട്രോൾ ടാബ്, ഇവിടെ ഒരു വ്യൂ കൺട്രോൾ ടാബ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് വ്യൂ
അതുപോലെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഇത് നമ്മുടെ ഡ്രോയിങ് വിൻഡോ, ഇതിനകത്ത് നിർത്തിയാണ് നമ്മൾ ഡ്രോയിങ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് കൊണ്ടിട്ട് പൊസിഷനൊക്കെ മാറ്റിയൊക്കെ വെക്കാം നമുക്ക്. ഇനി ഇത് നമ്മുടെ ഓപ്ഷൻ ടാബാണ്. അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കണ്ട ഞാനിപ്പോൾ ഇവിടെ നിന്ന് വോൾ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മോഡിഫൈ ഇവിടെ എങ്ങനെ വരും, ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാറ്റിയെടുക്കും. ഓട്ടോക്കാട് പോലെ വിപുലമായിട്ടൊന്നും വരില്ല, അതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഇൻ്റർഫേസിലുള്ളത്. അപ്പോൾ അതായത് നമ്മുടെ റിവിറ്റ് ബ്രൗസർ, ടൈറ്റിൽ ബാർ, പ്രൊജക്ട് നെയിം, അതുപോലെ ഇൻഫോ സെൻറ്റർ, റിബൺ ബാർ, അതിനൊക്കെ ഓട്ടോക്കാട് പോലെ ഹോം ടാബെന്നും പാനലും തിരിച്ചു. ഇതുപോലെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഇവിടെ ഉണ്ട്. അതുപോലെ ഇത് മോഡിഫൈ പാനൽ, നമ്മുടെ ഡ്രോയിങ് ഏരിയ, ഇത് പ്രോപ്പർട്ടി, ഇവിടെ നേരത്തെ പ്രൊജക്ട് ബ്രൗസർ ഉണ്ടായിരുന്നു, ഇത് നാവിഗേഷൻ ബാർ, ഇത് നമ്മുടെ വ്യൂ കൺട്രോൾ ബാർ. ഇനി ഇവിടെ നമ്മളിപ്പോൾ ഈ പ്രൊജക്ട് ബ്രൗസറും പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് തിരിച്ചിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് തിരികെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂ മെനുവിലേക്ക് വരാം. വ്യൂവിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ വ്യൂവിൽ വന്നിട്ട് ഇവിടെ യൂസർ ഇൻ്റർഫേസ്, അവിടെ നിന്ന് പ്രൊജക്ട് ബ്രൗസർ, പ്രോപ്പർട്ടീസ്, ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ആക്റ്റീവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ വെക്കണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് രണ്ടും ഇവിടെ തന്നെ ഇട്ടേക്കാം. അത് നമ്മുടെ ഡിസ്പ്ലേയുടെയൊക്കെ വലുപ്പം അനുസരിച്ച് നമുക്ക് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിവിറ്റിൻ്റെ ഇൻ്റർഫേസിലുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് വെച്ച ലെവലാണ്, എങ്ങനെ ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറഞ്ഞതിന് ശേഷം നമുക്ക് ലെവലിലേക്ക് വരാം.